அன்றங்கே ஒரு நாடு இருந்ததே, அந்நாட்டில் ஆறு இருந்ததே, ஆறு நிறைய மீன் இருந்ததே, மீനോ മുഴുകിട കുളിർ ഇരുந்ததே. ഞാനും ഫിനുവും ഞങ്ങളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് മണൽവയൽ പി സ്കൂളിലേക്കാണ്. അവിടുത്തെ പ്രധാന അധ്യാപകൻ ഷാജൻ മാഷിന്റെ ഇൻവിറ്റേഷൻ പ്രകാരം സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഷാജൻ മാഷും കുട്ടികളെയും കാണാൻ വേണ്ടി ഞങ്ങൾ സ്കൂളിലെത്തി. നല്ല മഴയാണ്. എന്നാലും രക്ഷിതാക്കളും കുട്ടികളും ആ നാട്ടിലുള്ള ആളുകളും എല്ലാവരും അവിടുത്തെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. അതിഥിയായിട്ട് ഞാനല്ലാതെ മാധ്യമം പത്രത്തിൽ നിന്ന് കോയക്ക. അതേമാതിരി ആ സ്കൂളിലെ കൊച്ചുങ്ങൾക്ക് യൂണിഫോം 2-3 കൊല്ലമായിട്ട് കൊടുക്കുന്നത് ഒരു കപ്പിൾസ് ആണ്. സന്ദർഭവശാൽ പേരെനിക്ക് മറന്നുപോയി. എങ്കിലും അത്തരം അവരുടെ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായിട്ട് അംഗീകരിക്കുകയാണ്. അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒക്കെ കണ്ടു. മാഷ് ഞങ്ങളെ സ്വാഗതം ചെയ്തു. ഈ പ്രോഗ്രാമിൽ എന്നെ അതിഥിയായി വിളിച്ചതിൽ ഞാൻ ഷാജൻ മാഷോട് ആദ്യമേ നന്ദി പറയുകയാണ്. ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ കുട്ടികൾ ഉണ്ടാക്കിയ കുറെ ക്രാഫ്റ്റ് വർക്ക്സും കാര്യങ്ങളും കവിതകളും കഥകളും ഒക്കെ കണ്ടു. അതിലെനിക്ക് വലിയ അതിശോക്തി ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ പ്രധാന അധ്യാപകൻ അല്ലെങ്കിൽ അവിടുത്തെ ഹെഡ് മാസ്റ്റർ ഷാജൻ മാഷ് നല്ലൊരു കലാകാരനാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് വെയിറ്റ് ചെയ്ത് അപ്പോഴത്തേക്കും മാഷ് അനൗൺസ്മെന്റ് വന്നു. നമുക്കെല്ലാവർക്കും ഉള്ളിലേക്ക് കയറിയിരിക്കാം. ഇത് തുടർന്ന് ഈ പരിപാടി അങ്ങനെ കൊണ്ടുപോകാം കേട്ടോ. അങ്ങനെ മാഷിന്റെ നിർദ്ദേശപ്രകാരം കുട്ടികളും ഞങ്ങളും എല്ലാം ഹാളിലേക്ക് കയറി. ഞങ്ങൾക്ക് നല്ല രുചികരമായ പായസമൊക്കെ അവിടുന്ന് തന്നു. ഗാന്ധിജിയും കുട്ടികളെല്ലാവരും പായസം കിട്ടി ആസ്വദിക്കുന്ന തിരക്കിലാണ്. അങ്ങനെ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഗാന്ധിജി വന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഹസ്തദാനമൊക്കെ തന്നു. പിന്നെ ഗാന്ധിജിയുടെ ഒരു കിടിലൻ സ്പീച്ചും ഉണ്ടായിരുന്നു. അങ്ങനെ സ്പീച്ചിന് ശേഷം പിന്നെ ഷാജൻ മാഷ് സംസാരിച്ചു. ബഹുമാന്യരായ രക്തസാക്ഷികളെ ഓർമ്മിക്കുകയും ആ ഓർമ്മകളിൽ നിന്ന് അവരുടെ സമര ചരിത്രങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എവിടെയും വെറുപ്പിന്റെ, അസഹിഷ്ണുതയുടെ, അതുപോലെ തന്നെ വിഭജിക്കപ്പെടുന്നതിന്റെ ഒരു ലോകമാണ് നമ്മുടെ ഭാരതത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയില്ല, നല്ലൊരു കലാകാരനാണ്. ഞങ്ങൾ തമ്മിലൊരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്. അതില് ശരിക്കും തമിഴ് അറിയില്ല, പക്ഷെ ആ ഡെഡിക്കേഷൻ ഞാൻ ശരിക്കും അറിഞ്ഞതാണ്. തമിഴ് പഠിച്ച് സർക്കിളല്ലേ സാർ, സർക്കിൾ SP ഞങ്ങൾ അഭിനയിച്ച ടെലിഫിലിമിനെ കുറിച്ചുള്ള SP തമിഴ് പഠിക്കാൻ കാണിച്ച ഒരു ഇത്. അതാണ് യഥാർത്ഥ ഒരു കലാകാരന് മാത്രമേ ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. അദ്ദേഹം നമുക്ക് ഇവിടെ എത്തിച്ചേർന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ എനിക്കും അങ്ങനെ അവിടുത്തെ നാട്ടുകാരെല്ലാവരും വന്നിരിക്കുന്ന ആളുകൾക്ക് എല്ലാവരും പായസം കൊടുക്കുന്നുണ്ട്. ഭാഷയിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത മാധ്യമത്തിന്റെ ലേഖൻ കോയ സാറിനെ എനിക്ക് ആദ്യം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ നാട്ടിലാണ്. മച്ചിക്കൊല്ലി എന്ന് പറയും. കാട്, വന്യമൃഗങ്ങള്, വളരെ രസമുള്ള ഒരു വർഷം ഞാൻ അവിടെ നിന്നെയും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ഈ സ്കൂളിന്റെ ഇവിടെ പഠിച്ചു പോയ ആളുകൾ, പൂർവ്വ വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട്, മാതാപിതാക്കൾ വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഒറ്റ വാക്കിൽ ഈ പരിപാടിയിലേക്ക്. അടുത്തത് എന്റെ ഊഴമായിരുന്നു. മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാർക്കെതിരെ വാളാണ് എടുത്തത്? അല്ല. ഒരാളെയും കൊല്ലാത്ത ഹിംസക്കെതിരായിരുന്നു മഹാത്മാഗാന്ധി. ക്ഷമയോടുകൂടി സമരമുറകളിലൂടെ ബ്രിട്ടീഷുകാരുടെ ഉറക്കത്തെ കെടുത്തി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങി തന്ന മഹാത്മാഗാന്ധിയെ നമ്മൾ ഇന്ന് ഓർക്കുന്നതിന്റെ കാരണം
ഒരു യുദ്ധവുമില്ലാതെ ക്ഷമയും സമാധാനവും സമരമുറകളിലൂടെയും തന്നെ ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കാന്നുള്ള വലിയൊരു മെസ്സേജ്. ക്ഷമയോടുകൂടി നിങ്ങളുടെ തൊട്ട അടുത്ത ആളുകളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റണം. അത് ജാതിയുടെ പേരിലാവരുത്, മതത്തിന്റെ പേരിലാവരുത്. മനുഷ്യനാണ് അല്ലേ? അങ്ങനെ നമ്മൾ സ്നേഹിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിടയിലുള്ള അകലം മാറും. നിങ്ങളെല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും ടീച്ചറും ഒക്കെ ആവുന്നതിന് പകരം ഇനി ആവേണ്ടത്, ഞാൻ മനസ്സിലാക്കുന്നത് ഇനി വരുന്നത് വിദ്യാഭ്യാസമുള്ള MLA-മാരും MP-മാരും മന്ത്രിമാരും അങ്ങനെ വരണം. അതിലൂടെ ഒരു മാറ്റം ഈ രാജ്യത്തിന് വേറെ തന്നെ ഉണ്ടാവും. പല പല രാജ്യങ്ങളിലും അങ്ങനെയാണ്. മനസ്സിലായോ? അപ്പൊ നാളെ മറ്റന്നാൾ നിങ്ങളിൽ ഒരാളായിരിക്കണം ഇതുമാതിരി നിങ്ങളെ സ്കൂളിലെ ഗസ്റ്റ് ആവേണ്ടത്. അങ്ങനെ അടുത്ത അവസരം ഫിനോന്റേതായിരുന്നു. കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരാവണം? ടീച്ചറാവണം, പോലീസാവണം, IAS ആവണം എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ആദ്യം ആവേണ്ടത് ഒരു മനുഷ്യനാണ്. മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ. ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് ഉണ്ടാക്കിയ വലിയൊരു കഴിഞ്ഞ വർഷമാണ് വലിയൊരു മലയിടിച്ചിലില് ഒരുപാട് പേര് മരണപ്പെട്ടു. അന്ന് നല്ല മഴയാണ്. സാറ് OP-യിൽ ഡ്യൂട്ടി ചെയ്യാണ്. അപ്രത്യക്ഷമായിട്ട് ഞാനും അവിടെ OP-യിലുണ്ട്. അപ്പൊ ഒരു ഓട്ടോ തൊഴിലാളി ഓടി വന്ന് സാറോട് പറയാണ്, സാറിന് മുഖത്തൊന്നും നോക്കുന്നില്ല, സാറേ ഞങ്ങൾ ഇന്ന് മുണ്ടേക്കത്ത് പോവാണ്. അതെ, ആ ഇമോഷൻ. പിന്നീട് പത്രപ്രവർത്തകൻ കോയക്കയും PTA ഭാരവാഹികളും എല്ലാവരും സംസാരിച്ചു. പിന്നീട് ഷാജാൻ മാഷിന്റെ ഒരു കവിത, വളരെ മനോഹരമായ കവിതയാണ്. അതേമാതിരി സ്കൂളിലെ കുട്ടികളുടെ പ്രോഗ്രാം ഒടുക്കം ദേശീയഗാനത്തോടുകൂടി പ്രോഗ്രാം അവസാനിപ്പിച്ചു. ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ച ഷാജൻ മാഷോടും PTA ഭാരവാഹികളോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.